നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാർ അവരുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും രാഷ്ട്രപതിയുടെ പ്രതിനിധിയായ ഗവർണർമാർക്ക് അധികാരമില്ല എന്ന സുപ്രീം കോടതിയുടെ വ്യക്തമായ നിരീക്ഷണം മുഖത്തേറ്റ അടിയാണ് പലർക്കും. ഇത് രാഷ്ട്രപതിക്ക് കൂടി കിട്ടിയ ഒരു അടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പല നീക്കങ്ങളെയും സുപ്രീം കോടതി തടയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമില്ല, സമ്പൂർണമായ വീറ്റോ അധികാരം ഒരിക്കലും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. സുപ്രീം കോടതി പ്രധാനമായും ജുഡീഷ്യറിയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ളതാണ്. അവിടെ എത്തുന്ന ഏത് ഹർജികളായിരുന്നാലും അത് കൃത്യമായും പക്ഷഭേദം കൂടാതെ പരിഹരിക്കുക എന്നുള്ളത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും ഗവർണർമാർക്കെതിരെയും. അതായത് കേന്ദ്രം പകപോക്കൽ രാഷ്ട്രീയം നടത്താൻ ഗവർണർമാരെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ റെസിഡന്റ് ഭരണം ഇങ്ങോട്ട് വേണ്ട, നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് കൃത്യമായും ഗവർണറിന് ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയക്കാം. പക്ഷേ ആ രാഷ്ട്രപതിക്ക് പരമാവധി അത് ഒപ്പിടാൻ താല്പര്യമില്ലെങ്കിൽ 3 മാസത്തിനകം തിരിച്ചയക്കണം. പിന്നീട് വീണ്ടും സഭ കൂടി പാസ്സാക്കുന്ന ബില്ല് രാഷ്ട്രപതിക്ക് 1 മാസത്തിനുള്ളിൽ ഒപ്പിട്ടേ മതിയാവൂ. അതാണ് ഭരണഘടനയിലെ നിയമം. ഭരണഘടനാ പ്രകാരം രാഷ്ട്രപതിക്ക് അധികാര പരിധി വളരെ കുറവാണ്. കാരണം ഡയറക്റ്റ് ഇലക്ഷൻ അല്ല രാഷ്ട്രപതിയുടേത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഈ രാജ്യത്തെ ഇലക്ട്രൽ കോളേജ് സംവിധാനമാണ്. ഇത് BJPക്ക് അറിയാഞ്ഞിട്ടല്ല. മറ്റ് പല രാജ്യങ്ങളിലും, ചില രാജ്യങ്ങളിൽ രാഷ്ട്രപതിക്ക് കൂടുതൽ അധികാരവും ചില രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് അധികാരം കൂടുതലുമാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്കും അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമാണ് അധികാരമുള്ളത്. അവരാണ് പാർലമെന്റിൽ അതുപോലെ തന്നെ നിയമസഭാ അസംബ്ലിയിൽ ബില്ലുകൾ പാസാക്കി അത് നിയമമാക്കാൻ വിടുന്നത്. ഇത്തരത്തിൽ നിയമമാക്കാൻ വിടുന്ന പ്രക്രിയയെ തഴയാൻ ഒരിക്കലും രാഷ്ട്രപതിക്കോ അതല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാർക്കോ അധികാരമില്ല എന്നുള്ളത് സുപ്രീം കോടതി വീണ്ടും വ്യക്തമാക്കി കൊടുക്കേണ്ടത്, ഒരു കൊച്ചുകുട്ടിയെ ഭരണഘടന എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഈ കാര്യങ്ങളിൽ സമചിത്തതയോടെ തീരുമാനമെടുക്കണം എന്നൊരു ഉപദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ബില്ലുകൾ തടഞ്ഞു വെച്ചും ബില്ലുകൾ പാസ്സാക്കാതെയും അവിടുത്തെ ഗവർണർ RN രവി നടത്തിയ ശ്രമങ്ങളെല്ലാം പാളിപ്പോയി സുപ്രീം കോടതിയുടെ ഒരൊറ്റ ഉത്തരവ് കൊണ്ട്. അതുകൊണ്ട് തന്നെ 10ഓളം ബില്ലുകൾ തമിഴ്നാട് സർക്കാർ അത് നിയമമാക്കി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ ദ്രോഹിക്കാൻ ഗവർണർമാരെ ഇറക്കി കളിക്കാമെന്നുള്ള BJPയുടെ അടവും രാഷ്ട്രപതിയെ ഉപയോഗിച്ച് അട്ടിമറി നടത്താമെന്നുള്ള ശ്രമവും പാളിപ്പോവുകയാണ്. ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കുന്ന ലിമിറ്റേഷൻ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കൂ എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്.